വേനൽ കടുത്തതോടെ വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് ജനങ്ങൾ. അത്യാവശ്യം വെള്ളം കിട്ടുന്നതിനാവട്ടെ അത് പാഴാക്കുന്നതിൽ ഒട്ടും മടിക്കാറുമില്ല. ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതെ ഉപയോഗിക്കാൻ നമ്മെ പഠിപ്പിക്കും ആറ്റിങ്ങൽ നഗരൂരിലുള്ള ഒരു കുടുംബത്തിന്റെ ജീവിതം. ഒരു കുഞ്ഞു ബക്കറ്റ് വെള്ളം മതി മഞ്ജു ചേച്ചിക്ക് അടുക്കളയിലെ മുഴുവൻ പാത്രങ്ങളും കഴുകാൻ. ദിവസം 3 കുടം വെള്ളം. അതുകൊണ്ട് കുടിക്കും, പാചകം ചെയ്യും, വാഴയും ചെടികളും നനയ്ക്കും. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ഇതിപ്പോ ഇങ്ങനെ കഴുകിങ്ങനെ പാത്രം ഇങ്ങനെ സോപ്പിട്ട് കഴുകിയ ആ വെള്ളത്തിൽ ഇതാക്കിയതിനു ശേഷം നല്ല വെള്ളം ഒരു ശാലം വെച്ച് കഴുകിയെടുത്തങ്ങ് മാറ്റും. അങ്ങനെ എന്റെ സാധാരണ അത് ഒരു ബക്കറ്റ് കൊണ്ട് തേച്ച് എടുക്കണം. മതിയാവുന്നല്ല ഇത് തേച്ച് എടുക്കും. ഇങ്ങനെ ചെയ്ത ഒരു ശീലമായതുകൊണ്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതേ പിന്നും വരുവുള്ളൂ. വെള്ളം ഒരുപാട് ചെലവാക്കണമെന്ന് തോന്നുന്നില്ല. പക്ഷേ കുളിക്കാനും അലക്കാനുമെല്ലാം 1000 അടി താഴെ ഇറങ്ങിയേ പറ്റൂ. 30 വർഷത്തോളമായി ഇതാണ് ശീലം. ആറ്റിങ്ങൽ നഗരൂരിനടുത്ത് തറനിരപ്പിൽ നിന്ന് 2000-ലധികം അടി ഉയരത്തിലുള്ള പുറമ്പോക്ക് ഭൂമിയിലാണ് ജയനും ഭാര്യ മഞ്ജുവും 2 മക്കളുമടങ്ങുന്ന കുടുംബത്തിന്റെ വാസം. പാറയിലെ ഉറവയാണ് ഇവരുടെ കിണർ. വേനലിൽ അത് വറ്റും. പിന്നീടുള്ള 4-5 മാസങ്ങൾ വെള്ളം ചുമന്ന് നടുവൊടിയും. മഴക്കാലം ആകുമ്പോഴത്തേക്ക് നമ്മളെ ഇവിടെ ഇതിൽ കുളത്തിൽ വെള്ളം വരുന്ന സമയത്ത് കുളിക്കുന്നതും കുടിക്കുന്നതും എല്ലാം ഇതിനകത്തു നിന്നാണ്, വെള്ളം എടുത്താണ് കുടിക്കുന്നത്, ഈ കുഴിക്കകത്തുനിന്ന്. അത് ഒരു കാലവും പറ്റാത്ത ചെറിയ ചെറിയ കുളങ്ങളുണ്ടായിരുന്നു നമ്മളെ പാത്രം കൊണ്ട് കോരിയെടുക്കത്തൊക്കെ. അത് ഈ കോറിക്കാർ പൊട്ടിച്ച് വന്നപ്പോഴേ ആ കുളങ്ങളെല്ലാം നശിച്ചു. മുൻപിവിടെ വേറെയും കുടുംബങ്ങളുണ്ടായിരുന്നു. ക്വാറിക്കമ്പനികൾ കൊത്തിപ്പറിച്ചതോടെ ജലദൗർലഭ്യം രൂക്ഷമായി. ക്ഷാമം മൂലം എല്ലാവരും നാടുവിട്ടിട്ടും പോകാനിടമില്ലാത്തതിനാൽ ഇവരിപ്പോഴും ഇവിടെ തന്നെ. കാശ് കൊടുത്ത് കുപ്പിവെള്ളം വാങ്ങി കുറച്ച് കുടിച്ച് കുറച്ചുകൊണ്ട് മുഖം കഴുകി ബാക്കി കുപ്പിയോടെ വഴിയിൽ ഉപേക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്നത് ഒരു പരസ്യവാചകം മാത്രമല്ല, ജീവിത യാഥാർത്ഥ്യമാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ക്യാമറ പേഴ്സൺ ആനന്ദ് ആലന്തറയ്ക്കൊപ്പം മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം.